സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ചെറിയൊരു വാഴ കൃഷിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മളൊരു കാട് പിടിച്ച് കിടക്കുന്നൊരു ചെറിയൊരു പ്രദേശമാണ്. അപ്പോൾ നമ്മളിന്ന് വെട്ടി അങ്ങോട്ട് തെളിക്കാനായിട്ട് പോവുകയാണ്. ഏകദേശം ഫുൾ കാടാണ്, കണ്ടില്ലേ, കപ്പ് അതും ഇതും എല്ലാം കാടാണ്. നമ്മളത് തെളിച്ച് ഇത് ഏകദേശം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം നമ്മൾ ഏകദേശമൊക്കെ ക്ലിയർ ആക്കി. ഇപ്പം കാട് കണ്ട സ്ഥലമാണ്. നമ്മൾ വെട്ടി തെളിച്ച് എല്ലാം റെഡിയാക്കുവാണ്. വാഴ നടാൻ വേണ്ടിയാണ്. അതായത് ഏത്തവാഴ, പിന്നെ അതുപോലെ തന്നെ ഞാലിപ്പൂവിന് പോകുമ്പോൾ ഇതെല്ലാം കൂടെ നടാൻ വേണ്ടി നമ്മൾ ഫുൾ അങ്ങോട്ട് വെട്ടി തെളിച്ച് റെഡിയാക്കാനായിട്ട് പോവുകയാണ്. കണ്ടില്ലേ, എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടവും തെളിച്ച് സൂപ്പറാക്കുകയാണ്. കാട് ഒരു തരി പോലും ഇല്ലാതെ നമ്മൾ ഇത് ഒരു 1 ഡേ കൊണ്ട് നമ്മൾ ക്ലിയർ ആക്കുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മളൊരു 1 ഡേ എടുത്തിട്ടുള്ളൂ ഇത് മുഴുവൻ ക്ലിയർ ചെയ്യാനായിട്ട്. വെട്ടി തെളിച്ചു. നിങ്ങൾ ആദ്യം കണ്ട കാടാണോ നോക്കുക. ഇതിന് ശേഷം നമ്മൾ എല്ലാം ക്ലിയർ ആക്കുകയാണ്. ക്ലിയറാക്കി ഒരു സൈഡിലിട്ട് തീയൊക്കെ ഇട്ട് കത്തിച്ച് നമ്മൾ വാഴയെല്ലാം കൂടെ റെഡിയാക്കാനായിട്ട് പോവുകയാണ്. ഒരു സൈഡിൽ നിന്ന് ക്ലിയർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിനുശേഷം ചെറിയ തീയൊക്കെ ഇട്ട് കൊടുത്ത് ഇത് നമ്മൾ വാഴ നടാനായിട്ട് പോവുകയാണ്. ചെറിയ വാഴയുടെ കുഴി അങ്ങ് എടുക്കാനായിട്ട് പോവുകയാണ്. ഏകദേശം ഒരു ചെറിയൊരു കുഴി മതി നമുക്ക്. ഏകദേശം വളവും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഏകദേശം ഒരു ചെറിയ കുഴി മതി ഏത്തവാഴ നടാൻ വേണ്ടി. നമുക്ക് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം കുഴിയൊക്കെ എടുത്ത് ഒരു 80 വാഴ നടാനായിട്ട് പോവുകയാണ്. ഏത്തവാഴയും എല്ലാം കൂടെ ഇതെല്ലാം ഫുള്ള് കുഴിയെടുക്കാൻ മതി. ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇത് എന്നാൽ ഒരു 20 ദിവസമായ തൈകളാണ്. ഏത്തവാഴ തൈയും ഞാലിപ്പൂവനും ബനാങ്കുമൊക്കെയാണ്. ഇതൊരു 20 ദിവസമായി നമ്മുടെ വളർച്ച എത്തിയതിന് ശേഷം. ഇപ്പോൾ ഒരു 20 ദിവസമായിട്ടുണ്ട്. അത് നമ്മൾ കിളച്ച സ്ഥലത്ത് തന്നെ നമ്മൾ വിത്തിറക്കി നട്ടാണ്. ഇത് ഏകദേശം ഒരു 20 ഡേയ്സേ ആയിട്ടുള്ളൂ. അത്രയും ആയിട്ടുള്ളൂ. ഇതിപ്പം വളർന്നൊരു ഏകദേശം ആകെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് 18 പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അത്യാവശ്യം കുമ്മായപ്പൊടി ഇടാൻ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ കാടൊക്കെ ഇടയ്ക്ക് വരും. അതെല്ലാം നമ്മൾ പറിച്ച് വൃത്തിയാക്കുക. ചെറുതായിട്ട് കളനാശിനി അടിച്ചു കൊടുക്കുക സൈഡ് വഴിയൊക്കെ, ഇലയിലൊക്കെ തട്ടാതെ. ഇതിപ്പോൾ നമ്മളൊരു 8 മാസമായ കൊലയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഒരു 8 മാസമായി. ഒരു പൂമ്പഴത്തിൻ്റെ ഒരു ഇതാണ്. ഏകദേശം നമുക്ക് ഏകദേശം വെട്ടാറായി വരും. ഒരു 10-20 ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ കൊലയെല്ലാം നമുക്ക് വെട്ടാനായിട്ട്